വെള്ളം വന്നേണ്ട. എക്സ്പ്ലോസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ ഇടയായിട്ട് കേട്ടുവരുന്ന ഒരു കാര്യമാണ്, ഓടിക്കൊണ്ടിരിക്കുന്ന കാറ് തീപിടിച്ചു. ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് എല്ലാവരും ന്യൂസിൽ കണ്ടാണ്, ഒരു ദമ്പതി തന്നെ മരിച്ചു, ഒരു ഭാര്യയും ഭർത്താവും മരിക്കുകയുണ്ടായി. അപ്പോൾ അത് ഒരുപാട് ഷോർട്ട് സർക്യൂട്ട് അങ്ങനെയുള്ള മിസ്റ്റേക്കുകളൊക്കെ കൊണ്ടാണെന്നാണ് നമ്മൾ അറിയുന്നത്. പക്ഷേ ഇങ്ങനെ എന്തെങ്കിലും രീതിയിൽ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഫയർ എക്സ്റ്റിങ്വിഷ് ആകാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്ന ആ ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കാണുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മളിപ്പോൾ ഇതിന് കുറച്ച് വയർ എടുക്കുന്നുണ്ട്, സാധാ വയറാണ്. പിന്നെ ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു സാധനമാണ് ഈ ഒരു സബ്മേഴ്സിബിൾ പമ്പാണിത്. ചെറിയൊരു പമ്പാണ് കേട്ടോ. ഇത് 12 വോൾട്ട് വരെ മാക്സിമം നമുക്ക് ഇതിനകത്ത് കൊടുക്കാം. ഒരു 6 വോൾട്ടിൽ വർക്ക് ചെയ്യും. അതുപോലെ തന്നെ ഒരു ബാറ്ററി കേസും ബാറ്ററിയും. ഇത് നമുക്ക് 4 ബാറ്ററി ഉപയോഗിക്കുന്നതാണ്. 6 വോൾട്ട് വരും. 12 വോൾട്ട് നിങ്ങൾക്ക് കൊടുക്കാം. അതുപോലെ ഒരു ചെറിയ സ്വിച്ച് ഉണ്ട്, ഞാനിതിവിടെ യൂസ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതുപോലെ ഒരു റിലേ, അതുപോലെ തന്നെ ഒരു ചെക്ക് ചെയ്യാൻ ലൈറ്റർ, പിന്നെ ഇത് ഈ ഒരു മെയിൻ സാധനം, ഇതിൻ്റെ സെൻസർ, ഫ്ലെയിം സെൻസറാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇതും ഈ ഒരു ട്യൂബ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇപ്പോൾ ഇവിടെ തൽക്കാലം ഞാൻ പണ്ട് ഉണ്ടാക്കിയ ഒരു ഓട്ടോമാറ്റിക് സാനിറ്റൈസറിൻ്റെ ഒരു മൊഡ്യൂളും റിലേ മൊഡ്യൂളും സെയിം സെൻസർ തന്നെയാണ് ഇവിടെ വരുന്നത്. അത് ഞാൻ എടുത്തിട്ട് കണക്ഷൻ കൊടുത്ത് വെച്ചിട്ട് ഉള്ള നിലയിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ അത് എങ്ങനെ കണക്ഷൻ കൊടുക്കുക എന്നുള്ളതൊക്കെ നിങ്ങൾ വേറെ വീഡിയോയിൽ നോക്കുക, അല്ലെങ്കിൽ എൻ്റെ പഴയ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ അതിലുണ്ട്. അത് ഞാൻ വലിച്ചു നീട്ടുന്നില്ല. മോട്ടറാണ്, സൗണ്ട് കേൾക്കുന്നുണ്ട്, നോക്കട്ടോ. മിണ്ടാതിരിക്കമ്മ. ഉണ്ടോ ഉണ്ടോ സംഭവം ഓക്കെയാണ്. ഓക്കെ, ഒന്നുകൂടെ ഒന്ന് ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ചെയ്യണം. കുറഞ്ഞു, അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ അത് കൂട്ടിക്കൊടുക്കാം. ഓക്കെ, ഇനി നമ്മളിത് വാട്ടർ ടാങ്കിനകത്തോട്ട് ട്യൂബൊക്കെ കൊടുത്ത് കാറിനകത്ത് സ്പ്രേ ചെയ്യിപ്പിക്കാൻ പോകണം. ഓക്കെ, അപ്പോൾ കാശ് ഒക്കെ സെറ്റായിട്ടുണ്ട്. കണ്ടോ, ഇത് നമ്മൾ ഉണ്ടാക്കിയ ഒരു മൊഡ്യൂള്, പമ്പ്, ബാറ്ററി ഒക്കെ സെറ്റാട്ടോ. നമ്മളിത് കാറിൽ എങ്ങനെ സെറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതുണ്ടോ, നമ്മൾ ഈ കാറിൻ്റെ ബോണറ്റ് തുറന്നു കഴിഞ്ഞാൽ ഒരുപാട് സ്പേസ് കാണും കേട്ടോ. ചില സ്ഥലത്ത് ഇവിടെയൊക്കെ സ്പേസ് ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഒരു ടാങ്ക്, ചെറിയൊരു ടാങ്ക് വെച്ചിട്ട് ആ ടാങ്കിനകത്ത് ഈ പമ്പ് ഇട്ടതിന് ശേഷം നമുക്കിങ്ങനെ ഓസ് ഇതിനോടെ നമ്മുടെ ഉള്ളിലോട്ട് ഡാഷ്ബോർഡിനകത്തേക്ക് അല്ലെങ്കിൽ കാറിനകത്തേക്ക് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിനകത്ത് വെച്ചിട്ട് കാണിക്കുന്നത്, കാരണം എൻ്റെ വണ്ടിയിൽ അങ്ങനെ ഒരു പ്രൊവിഷൻ ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് ഞാനത് അകത്ത് വെച്ചിട്ടാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ അവിടെ ഒരു കപ്പിൽ വെള്ളം എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതിൽ ആ പമ്പ് ഇട്ടിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഡെമോ കാണിച്ചു തരാം. ഞാൻ ഓസ് ഇവിടേക്ക് എടുത്തിട്ട് കേട്ടോ. അതായത് നമ്മൾ 2 പേരിയ്ക്കുന്ന ഫസ്റ്റ് ഡ്രൈവർ സീറ്റ്, പിന്നെ ഇവിടെയും ഒരാളിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുകളിൽ നിന്ന് വാട്ടർ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഈ മോൾ വശത്തായിട്ട് നമ്മൾ ഓസ് കൊടുക്കാൻ പോകുന്നത്, ട്യൂബ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ മുകളിൽ നിന്ന് വാട്ടർ സ്പ്രേ ചെയ്യുമ്പോൾ താഴേക്കും എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്യുമ്പോൾ ഫയർ പെട്ടെന്ന് കിടാൻ ചാൻസ് ഉണ്ട്. താഴത്തു നിന്ന് സ്പ്രേ ചെയ്യുമ്പോൾ എവിടെ നിന്നാണ് ഫയർ വരും നമുക്കറിയില്ല. മുകളിൽ നമ്മൾ എല്ലായിടത്തേക്കും ആ ഒരു സ്പ്രെഡായിട്ട് പോകും സ്പ്രേ. അപ്പോൾ നമ്മൾ ഈ ട്യൂബിൻ്റെ അറ്റത്ത് ചെറിയൊരു നോസിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ, വെള്ളം സ്പ്രേ ആകാൻ വേണ്ടിയിട്ട്. ഇതിന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യിപ്പിക്കണം, ജസ്റ്റ് ഒന്ന് പരന്നിരുന്ന കുറച്ച് സ്പ്രേ. ഇതുപോലെ ഒരുപാട് നോസിലുകൾ നിങ്ങൾക്ക് ഈ ഒരു നിങ്ങളുടെ വാഹനത്തിനകത്ത് എവിടെ വേണമെങ്കിൽ വയ്ക്കാം. അതുപോലെ എല്ലാ സൈഡിനകത്തും ഇതുപോലെ സെൻസർ വയ്ക്കാം. അപ്പോൾ പല ഏത് സൈഡിൽ നിന്ന് ഫയർ ഉണ്ടായാലും ഈ ഒരു മോട്ടോർ വർക്ക് ചെയ്യും. ഇതുപോലെ നോസിലുകൾ കുറേ വയ്ക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തു നിന്നും സ്പ്രേ ചെയ്യും, അങ്ങനെ ഫയർ ഇല്ലാതാവും. അപ്പോൾ ഇതേ നമ്മുടെ പമ്പ് കപ്പിനകത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട്. അതുപോലെ സെൻസറിന് മൊഡ്യൂൾ നമ്മളിതേ ഡാഷ്ബോർഡിൻ്റെ ഇവിടെ വെച്ചിട്ടുണ്ട്, ബാറ്ററി കണക്ട് ചെയ്തിട്ടില്ല കേട്ടോ. അതുപോലെ നമ്മൾ ഹോസ് ഇതാ മുകളിലൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മൾ ഹോസ് നോസിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ സിസ്റ്റം ഓണാണ്. ഈ പമ്പ് എടുത്ത് വെള്ളത്തിലിടാൻ പോട്ടോ. പമ്പത്ത് വെള്ളമെടുത്താൻ പറ്റുമോ. നമ്മളിതേ ലൈറ്റർ വെച്ചിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് കത്തിക്കുകയാണ്. രണ്ടും കൂടെ നിങ്ങൾ വാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. ഇതേ വെള്ളം വന്നു കേട്ടോ. ഇത് കണ്ടോ, എൻ്റെ സീറ്റ് നനയുന്ന കാരണം ഞാനിപ്പോൾ ഇതൊരു കവറിട്ട് മൂടിയിരിക്കുന്നുണ്ടോ. നിങ്ങൾ കാണിക്കാനായിട്ട് ഭയങ്കര കഷ്ടപ്പാടാണ്. ഇതേ ചാടി, ഇവിടെ ഫയറാണ്, ഫയർ പോയി, ഓഫായി. കണ്ടാ, ഇനി ഒന്നുകൂടെ ഫയർ വന്നു, ഇതേ വെള്ളം വന്നു. ഞാൻ ലൈറ്റർ ഓഫാക്കി, വെള്ളം പോയി. ഓക്കെ, ഒന്നുകൂടെ, ഇതേ ഫയർ വന്നു, ഇതേ വെള്ളം വന്നു. കണ്ടോ, നേരെ ഡ്രൈവർ സീറ്റിലോട്ടാണ് വീഴുന്നത്. ഇതേപോലെ തന്നെ ഈ ഒരു നോസിൽ ഇപ്പുറത്തും സെറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ ഇതുപോലെ നോസ് സ്പ്രിംഗ്ലറായിട്ട് സെറ്റ് ചെയ്യണം. അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലായിടത്തേക്കും വെള്ളം സ്പ്രേ ചെയ്യും. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് നോസിൽ പോകണമാണ് കാണിച്ചേക്കണത്. പിന്നെ എൻ്റെ കയ്യിലുള്ള പമ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇത്രയും നമുക്ക് ഒപ്പിക്കാൻ പറ്റുള്ളൂ. കാർ കമ്പനിക്കാരോടാണ് എനിക്ക് പറയാനുള്ളത്, വേറെ ഒന്നുമല്ല. ഈ ഒരു ഫീച്ചർ ബേസ് മോഡൽ തൊട്ട് ഫുൾ ഓപ്ഷൻ വരെയുള്ള എല്ലാ വാഹനങ്ങളിലും കമ്പനികൾ നിർബന്ധമാക്കി കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.
കാരണം അതിന് യാതൊരു ഒരു വേരിയൻറ്റിൻ്റെ തന്നെ ഒരു പ്രൈസ് ഡിഫറൻസ് ഒരിക്കലും ഇതിന് വരുത്തേണ്ട കാര്യമില്ല. എല്ലാ മോഡലിലും ഈ ഒരു ഫീച്ചർ ഉൾക്കൊള്ളിക്കുകയാണെങ്കിൽ അത് ജനങ്ങളുടെ സേഫ്റ്റി ഏറ്റവും കൂടുതൽ കൂട്ടും. അപ്പോൾ ഗൈസ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതിൽ കാണിച്ചിരിക്കുന്ന ഒരു കണ്ടൻറ്റ് വളരെ ചെറിയൊരു സംഭവമാണ്. ഇതുപോലെ തന്നെ നമ്മുടെ കമ്പനികൾ വണ്ടി ഇറങ്ങുമ്പോൾ തന്നെ ഇതുപോലെ സെറ്റ് ചെയ്ത് ഇൻബിൽട്ടായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ വളരെ വലിയൊരു കാര്യമായിരിക്കും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ അങ്ങനെ വരാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഒരു ആഗ്രഹം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഒരു സിമ്പിളായിട്ട് ജസ്റ്റ് സാമ്പിൾ കാണിച്ചത്. നിങ്ങൾക്കിപ്പോൾ ഒരു കമൻറ്റ് ഇതിനകത്ത് നിങ്ങൾ ഒരുപാട് കമൻറ്റ്സ് വരാൻ സാധ്യത. കാരണം ഈ ഒരു ചെറിയൊരു വെള്ളം കൊണ്ട് ഇത്രയും തീയൊക്കെ ഉണ്ടാകുമ്പോൾ അത് കെടുത്താൻ പറ്റുന്നു. പക്ഷേ ഇത് കുറച്ചുകൂടെ ഞാൻ എക്സാമ്പിൾ ചെറുതായിട്ട് കാണിച്ചാണ്. ഇതിൻ്റെ വലിയൊരു എക്സാമ്പിൾ തന്നെ കമ്പനി മേക്ക് ചെയ്തതാണെങ്കിൽ വലിയ ഒരു എക്സ്റ്റിംഗ്വിഷർ സിസ്റ്റം, അതായത് വലിയ സ്പ്രിംഗ്ലർ, കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ടുള്ള പമ്പ്, നോസിൽ അതെല്ലാം കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഫയർ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി. അപ്പോൾ ഉറപ്പായിട്ടും ഫയർ എക്സ്റ്റിംഗ്വിഷ് ആവും വാട്ടർ ഉപയോഗിച്ചിട്ട്. ഇനി വേറെ ഡൗട്ട് ഉണ്ടാവും നിങ്ങൾക്ക്, ഈ വാട്ടർ വണ്ടിക്കകത്ത് പോകുന്ന സമയത്ത് അതിൻ്റെ ഇലക്ട്രോണിക്സ് പാർട്സിനൊക്കെ കംപ്ലയിൻറ്റ് വരാൻ ചാൻസ് ഇല്ലേ? ഫ്ലഡ് ആയിട്ടുള്ള വണ്ടികൾ നമ്മൾ വാങ്ങുമ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് നമ്മൾ ഇരിക്കുന്ന ആ ഒരു ക്യാബിനകത്ത് ഒരിക്കലും ഡാഷ്ബോർഡിന് അകത്തും എഞ്ചിൻ റൂമിനകത്തുമാണ് ഇലക്ട്രോണിക് കമ്പോണൻസുകൾ അധികം ഉള്ളത്. അപ്പോൾ നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തെ ക്യാബിനകത്ത് സീറ്റ് കവറും സീറ്റൊക്കെയാണ് നനയുക. അതുകൊണ്ട് ഇലക്ട്രോണിക് കമ്പോണൻസിനൊന്നും യാതൊരു പ്രശ്നവും വരത്തില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സിസ്റ്റം എല്ലാ മോഡലുകളിലും വണ്ടികളും ഉൾപ്പെടുത്തട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട്, അങ്ങനെ ഒരു പ്രതീക്ഷ വെച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. സൈനിങ് ഔട്ട്, അജു പത്മനാഭൻ.